ഹായ് ഹലോ, നമ്മുടെ പൂമുറ്റം ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ വേണ്ടത്? സമാധാനം, സന്തോഷം, ആരോഗ്യം, ഇതൊക്കെയല്ലേ എല്ലാവർക്കും വേണ്ടത്? നിങ്ങൾക്കും എനിക്കും ലോകത്തെല്ലാവർക്കും ഇത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതിന് നമുക്ക് സഹായിക്കുന്ന ഒരു ചെടിയുണ്ട്. അത് ഏതാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? അത് ഭാഗ്യം വരുന്ന ചെടിയായ ലക്കി ബാമ്പുവാണ്. അപ്പോൾ ആ ഒരു ചെടി നമ്മളിലേക്ക് തരുന്ന അനുഗ്രഹം എത്രയാണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു ചെടി പേര് പറയുന്ന പോലെ തന്നെ ഭാഗ്യം നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവുള്ള ചെടിയാണ്. ഈ ചെടി വാങ്ങി വെച്ചാൽ നമുക്ക് ഭാഗ്യം വരുന്നില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, അതിന് കൃത്യമായ എണ്ണവും കൃത്യമായ ദിശയും ഉണ്ട്. അത് കൃത്യമായി ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ശരിയായി വരുന്നത്. വീടിൻ്റെ പൊസിഷനും അത് ചെയ്യേണ്ട ശരിയായ രീതിയും എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം അത് തെറ്റായി വെച്ചതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അത്ര തന്നെ ഒരു ഭാഗ്യം വരാത്തത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു അഭിവൃദ്ധി വരണം എന്നല്ല എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അപ്പം ഇന്ന് കർക്കിടകം 1, ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പം ഞാൻ ആലോചിച്ചു നിങ്ങളിലേക്ക് നല്ലൊരു കാര്യം തന്നെ പറഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന്. അതാണ് ഇങ്ങനെയൊരു കാര്യം എടുത്തത്. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ 2 വർഷം മുന്നേ അപ്രതീക്ഷിതമായി ഞാനൊരു വീഡിയോ കാണുകയും ആ ഒരു വീഡിയോ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചതിന് ശേഷം ഭാഗ്യം വരും, അഭിവൃദ്ധി വരുന്നു. പക്ഷെ നമുക്ക് സ്വയം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും അതിനുശേഷം നമുക്ക് അഭിവൃദ്ധി സംഭവിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ശരിക്കും വിശ്വസിക്കുന്നത്. ഒരു 2 വർഷം മുന്നേ അപ്രതീക്ഷിതമായ ഒരു വീഡിയോ കാണുകയും അതിൻ്റെ മുന്നേ ലക്കി ബാമ്പു ഇത്രയും നല്ലൊരു ചെടിയാണെന്നോ ചുമ്മാ ഇങ്ങനെ ബാമ്പു പോലെ വളർന്നു പോകുന്ന ഒരു ചെടി എന്ന് മാത്രമായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഞാനത് വീഡിയോ കാണുകയും ഞാൻ അതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നത് കേട്ടോ. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഒട്ടും സാമ്പത്തികം കയ്യിലില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ നമുക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചെടി വെച്ചതിന് ശേഷം പ്രതീക്ഷിക്കാതെ എനിക്ക് ചെറിയൊരു തരത്തിലുള്ള ജോലി ശരിയാവുകയും അങ്ങനെ ഒരുപാട് പൈസ അല്ലെങ്കിൽ പോലും എൻ്റെ കാര്യങ്ങൾക്ക് എനിക്ക് നല്ലൊരു പൈസ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഒരു 1-2 വർഷം കൊണ്ട്. അതുമാത്രമല്ല ഭയങ്കര മനസ്സമാധാനം അത് നമുക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ അല്ലേ അത് ശരിക്കും അത് ശരിയാണോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ചെടി ഞാൻ വെച്ചതിന് ശേഷം പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റമാണ്. എന്ന് വെച്ചാൽ ഞാനൊരു സമ്പന്നയായെന്നല്ല ഉദ്ദേശിക്കുന്നത്. വ്യക്തി എന്ന നിലയിൽ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പണം എന്നിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് 100% സത്യസന്ധമായ കാര്യമാണ്. എൻ്റെ അനുഭവമാണത്. മാത്രമല്ല എനിക്ക് ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന കാര്യം ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് അല്ലേ. ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ ശരിക്കും എത്തിപ്പെടുകയുണ്ടായി. എനിക്കറിയത്തില്ല എത്ര കാലം ഈ ഒരു മനസ്സമാധാനം നിൽക്കുമെന്ന്. എന്തോ എനിക്ക് വിശ്വാസമാണ് ഈ ചെടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്ന ഈ ഒരു പ്ലാന്റ് വെക്കുന്നത്. നമുക്കിത് പേര് പറയുന്ന പോലെ തന്നെ ഭാഗ്യം കൊണ്ടുവരും. ഇത് വെച്ചതിന് ശേഷം ആളുകൾക്ക് 6 മാസം കൊണ്ട് ജോലി കിട്ടി. പ്രതീക്ഷിക്കാതെ വീട് വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി. പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിനുള്ള പ്രതീക്ഷ വന്നു എന്നൊക്കെ ഓരോ ആൾക്കാരെ എക്സ്പീരിയൻസ് പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് എൻ്റെ ലൈഫിൽ അത്രയും കാലം ഉണ്ടായ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു സംഭവം ഞാൻ ചെയ്തു തരാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 100% വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ ഒരു ചെടി കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ രീതിയും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കെയറിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്ന പോലെ എല്ലാം ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കുക കേട്ടോ. ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് ശരിയായ ദിശയാണ്. കിഴക്ക്, നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗം എവിടെയാണോ അവിടെയാണ് ഈ ചെടി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുണ്ട്. നല്ല
നല്ലൊരു ചെടിയാണ് എന്നുള്ള കാര്യത്തിൽ. അപ്പം നിങ്ങൾക്കിത് വാങ്ങണമെങ്കിൽ തൊട്ടടുത്തുള്ള നഴ്സറിയിൽ പോയി നോക്കുക. അവിടെ കിട്ടുന്നില്ലെങ്കിൽ ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇനി അതല്ല സിംഗിൾ ഷൂട്ടോ ഒരു 8 തണ്ടോ ഒക്കെ മതിയെങ്കിൽ ഞാൻ ചെടി സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 8 തണ്ട് നമുക്ക് തരാൻ കഴിയും. അപ്പോൾ ചെറിയൊരു പ്ലാന്റ് നോക്കി വാങ്ങിയത്, ചെറിയ കട്ടിങ്സ് കിട്ടിയാലും മതി. പിന്നെ വേഗം ഇത് വളർന്നു വരും കേട്ടോ. പിന്നെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയുണ്ട്. 8 തണ്ടൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ സൗത്ത് എന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്താണ് ഏറ്റവും നല്ലൊരു സ്ഥലം നമ്മളിത് പ്ലേസ് ചെയ്യാനുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചൈനയിലുള്ള ആൾക്കാരാണ് ഇത് വ്യാപകമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും എല്ലാ കൺട്രികളിലേക്കും ഇത് നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വിശ്വാസപ്രകാരം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് അഭിവൃദ്ധി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും എനിക്കത് മനസ്സിലായതാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ സമ്പന്നരാകും എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റം എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. 5000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ചൈന ചെടി വളർത്തുന്നുണ്ട്. പേര് പറയുന്ന പോലെ തന്നെയാണ് ഇതിലേക്ക് സമ്പത്ത് ആകർഷിക്കാനുള്ള എന്തോ ഒരു മാജിക് ഈ ചെടിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വാങ്ങി വെക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട്, ഡാർക്ക് ഗ്രീന്, ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഈ ഒരു പ്ലാന്റാണ് പക്ക ഈ ഒരു ലക്കി ബാംബു ലെക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ചെടി കേട്ടോ. പിന്നെ ഇത് സാധാരണ രീതിയിൽ മുള പോലെയൊക്കെ ആണെങ്കിലും ഇത് ഒറിജിനൽ മുളയല്ല. പിന്നെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം. ഇൻഡോർ ആകുമ്പം അങ്ങനെ ഒരുപാട് വേഗത്തിൽ വളർന്ന് കാണാറില്ല. പക്ഷേ ഔട്ട്ഡോറായിട്ടാണ് നമ്മൾ വെക്കുന്നെങ്കിൽ ഏകദേശം ഒരു 2 മീറ്റർ വരെ ഹൈറ്റിലൊക്കെ ഇത് വരാറുണ്ട് കേട്ടോ. മണ്ണിൽ വെക്കാവുന്നതാണ്. വെള്ളത്തിൽ അകത്ത് 8 തണ്ടോ അല്ലെങ്കിൽ 21 തണ്ടോ ഒക്കെ ആയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. 8 തണ്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഉന്നതിയാണ് ഉദ്ദേശിക്കുന്നത്. പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 പീസേ കിട്ടിയുള്ളൂ, 3 പീസേ കിട്ടിയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. 4 പീസ് വെക്കരുത്, അതത്ര നല്ലതല്ല. അതല്ലാതെ 5 തണ്ട്, 7 തണ്ട്, 8 തണ്ട്, 10 തണ്ട്, 11 തണ്ട്, 21 തണ്ടാണ് ഏറ്റവും ബെസ്റ്റ്. 8 തണ്ടെങ്കിലും വെക്കാൻ ശ്രമിക്കുക. ഇനി 1ഓ 2ഓ വെച്ചാലും കുഴപ്പമില്ല. മൊത്തത്തിൽ ഉന്നതിക്ക് സമ്പൂർണ്ണതയാണ് 21 തണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ വെക്കാൻ. നിങ്ങൾക്ക് ഇൻഡോറൊക്കെ ആയിട്ട് ഈ 5 എലമെൻറ്റ്സ് ആയിട്ട് ഈ ഒരു പ്ലാന്റ് കണക്റ്റഡ് ആണ്. ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് ഒരു റെഡ് റിബൺ കെട്ടിയിട്ട് വെക്കാവുന്നതാണ്. അങ്ങനെ വെക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം 5 എലമെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് ഭൂമിയാണ്. കല്ലുകൾ ഇടുന്നതുകൊണ്ട് തന്നെ ഭൂമി തലാണ്. പിന്നെ വായുവിലേക്ക് നമുക്ക് വായു സ്പ്രെഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് വായുതലമുണ്ട്. വെള്ളത്തിൽ വെക്കുന്നതുകൊണ്ട് ജലതലാണ്. പിന്നെ മുകളിലോട്ട് വളരുന്നതുകൊണ്ട് ആകാശതലാണ്. റെഡ് റിബൺ കെട്ടുന്നതുകൊണ്ട് അത് അഗ്നിതലാണ്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് കണക്കാക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ കിഴക്ക് ഭാഗത്ത് വെച്ചാലും മതി. നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുക. എന്തായാലും ഈ ഒരു പ്ലാന്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ ലെക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചെറിയ ചെറിയ സ്റ്റോൺസ്, നിങ്ങൾക്ക് കളർ സ്റ്റോൺസ് ഒന്നും ഇല്ലെങ്കിൽ ബേബി മെറ്റൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ വളരെ നല്ലതാണ്. നമ്മളിലേക്ക് ഈ ഒരു പ്ലാന്റ് വെക്കുമ്പോൾ വീട്ടിൽ നിറയെ പോസിറ്റിവിറ്റി വരുമെന്നോ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് സ്പ്രെഡായി നമ്മുടെ എനർജി ഫുൾ ഹൈയിലേക്ക് വരികയും ആകെ മൊത്തം നമ്മൾ ഹാപ്പി ആവും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ മാത്രമല്ല നിങ്ങളുടെ ഓഫീസിലും ഇത് വെക്കാവുന്നതാണ് കേട്ടോ. പുതിയ ക്ലയൻറ്റ് വരാനും പുതിയ ഒരു ധനപരമായ നമുക്കൊരു മുന്നേറ്റത്തിനും വളരെ നല്ലതാണ്. പിന്നെ കന്നിമൂല ഒഴിവാക്കാൻ ശ്രമിക്കുക. കന്നിമൂലയിൽ വെക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ ധനത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ ബെസ്റ്റ് ചോയ്സാണ്. ഞാൻ 100% എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഈ ഒരു നല്ലൊരു ദിവസം ചെയ്ത്. ഇന്ന് കർക്കിടകം 1 നല്ലൊരു പുലരിയാണ് ഇന്നത്തെ രാവിലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കൂ, നിങ്ങൾക്ക് മാറ്റം വരും. അങ്ങനെ നിങ്ങൾക്ക് അനുഭവത്തിൽ വിശ്വസിച്ചാൽ മതി. അങ്ങനെ അനുഭവത്തിൽ വിശ്വസിച്ച ഒരാളാണ് കേട്ടോ ഞാൻ. അല്ലാതെ ഇത് ചെയ്യുമ്പോൾ എനിക്കത് ഒരു ചെടിയല്ലേ എന്ത് സംഭവിക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അല്ല, മാറ്റമുണ്ട്. ഒരു 2 വർഷം ഇത് ഞാൻ ചെയ്തതിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് വലിയ സമാധാനം, സന്തോഷവും അഭിവൃദ്ധിയും എന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴാണല്ലോ ശരിക്കും അത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യും. പൂമുറ്റൻ ചാനൽ നിങ്ങളുടെക്ക് വിശേഷങ്ങൾ പറഞ്ഞു തരാൻ, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തരാനും എൻ്റെ ചെടിയുമായുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു ചാനലാണ്. പൂമുറ്റൻ ചാനലിലേക്ക് നിങ്ങൾ വരിക. താങ്ക് യു. ബൈ ബൈ.